ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കൂടെ സുഖിയന്മാരായി കൂടുതൽ ആഖിറ ചിന്തയൊന്നുമില്ലാതെ നമ്മൾ ജീവിക്കുക. നമ്മളെ നേതാവോ ആരാണത്? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കേൾക്കി. عن أبي سعيد الخدري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖിക്കും, അഫ്റഹു വ അതനഅമു മിൻ നിഅമി ഐശിഹി, എങ്ങനെ സുഖിക്കും, എങ്ങനെ സന്തോഷിക്കും, എങ്ങനെ ആനന്ദിക്കും. ഏതാണ് അവസ്ഥ? വസ്വാഹിബു സൂർ, സൂറ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, സൂർ എന്ന കാഹളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഖദിൽ തഖമഹു, അതിനെ വായിൽ വച്ചിരിക്കുന്നു. അതിൻ്റെ ത്വറഫിന്, സൂറിൻ്റെ കാഹളത്തിൻ്റെ ത്വറഫിന് ഫീഹി, വായിൽ വെച്ച് ഊതാൻ റെഡിയായിരിക്കുകയാണ്. എങ്ങനെ സുഖിക്കാൻ? ആകെ അട്ടിമറിയാൻ പോവല്ലേ ഖിയാമത്ത്. എങ്ങനെ രസിക്കും? മൂപ്പര് കാത് കൂർപ്പിച്ചിരിക്കുന്നു, കാത് താഴ്ത്തിങ്ങനെ ഇരിക്കുക. എപ്പോഴാണോ കേൾക്കുന്നത് അപ്പൊ ഊതാൻ. തൻ്റെ നെറ്റിയെ ചാച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ ഊത്തുകൊണ്ട് കൽപ്പിക്കപ്പെടുന്നത് ആ നിമിഷം ഊതാൻ. ഇതല്ലേ അവസ്ഥ? നമ്മളെന്ത് ചെയ്യാനാ? എങ്ങനെ സുഖിക്കാനാ? മിർകാത്തിൽ പറയുന്നു, വല്ലാഹിറു അന്ന കുല്ലം മിനൽ തിഖാമി വൽ ഇസ്ഗാഇ വമാ ബഅദഹു അലൽ ഹഖീഖ. അത് അങ്ങനെ തന്നെ ഉള്ള തന്നെയാണ്, ആലങ്കാരിക പ്രയോഗവുമല്ല. വഅന്നഹു ഇബാദത്തുൽ ലിസ്വാഹിബിഹി ബൽ ഹുവ മുകല്ലഫുൻ ബിഹി. മൂപ്പർക്കുള്ള ഇബാദത്ത് അങ്ങനെ തന്നെ, അത് തൊള്ളയിൽ വെച്ചിരിക്കുക. അല്ലാന്ന് പറഞ്ഞോലെ കിനായത്താ പറഞ്ഞോലൊക്കെ ഉണ്ട്. കിനായത്തിൽ പിന്നെ ഹഖീഖത്ത് ഉദ്ദേശിക്കാലോ. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫഖാലു യാ റസൂലല്ലാഹ് വമാ തഅ്മുറുനാ, ഞങ്ങൾ അങ്ങോര് ഞങ്ങളോട് എന്ത് കൽപ്പിക്കുന്നു? സാഹചര്യം ഇങ്ങനെയായിരിക്കെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൂലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതിങ്ങനെ ചൊല്ലിക്കോളൂ, ഞങ്ങൾക്ക് അല്ലാഹു മതി, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറ്റിയവൻ അവൻ മാത്രമാണ്, ഏറ്റവും സുന്ദരമായ വക്കീല് അവൻ മാത്രമാണ്. ഇതിങ്ങനെ ചൊല്ലിക്കോളി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് ചൊല്ലുക. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാലഹ, ഈ ദിക്ർ പറഞ്ഞിരുന്നു. എപ്പോ? മഹാനരെ ഹീന ഉൽഖിയ ഫിന്നാർ, ആ തീ കുണ്ടാരത്തിലേക്ക്, കുഴിയിലേക്ക് തന്നെ ഇടപെട്ട സമയത്ത്. പിന്നെ ബഹുമാനപ്പെട്ട മുത്ത് ഹബീബും വഖാലഹാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലൂ ലഹു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശഊ എന്നറിയില്ലേ? ഒലക്ക ഒന്നായിട്ട് ഒരുങ്ങിയിട്ട് പേടിച്ചോളി, നമ്മളത് പേടിപ്പിച്ചാണ്. അപ്പം റസൂൽ പറഞ്ഞ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മളതിങ്ങനെ ചൊല്ലി, അല്ല മതി, അല്ലാഹു തആല എല്ലാം ശരിയാക്കി തരും. എല്ലാം മേൽപ്പിക്കാൻ പറ്റിയുള്ള അല്ല മാത്രം. ഈ ഒരു ദൃഢമായ വിശ്വാസം നമുക്ക് വേണം.
അള്ളാൻ്റെ ഹബീബ് വരെ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ കൂട്ടരെ നമ്മൾ സുഖിക്കുക? ഏതൊരു മനുഷ്യൻ്റെയും ഖിയാമത്ത് അവൻ്റെ മൗത്തുഹു, അവൻ്റെ മരണമാണ്. നമ്മൾ ഖിയാമത്ത് കുറേ കാലല്ലേ, അതൊക്കെ അവിടെ അടുത്തുപോയി, നമ്മൾക്ക് അതിനാവില്ലല്ലോ. വൈകുന്നേരമായാൽ പ്രഭാതമായാൽ വൈകുന്നേരം ഉറപ്പിക്കാൻ പറ്റൂല. വൈകുന്നേരം പ്രഭാതം ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എത്ര ആളുകൾ, ആണെന്നോ പെണ്ണെന്നോ ചെറുതെന്നോ ഒന്നും വ്യത്യാസമില്ല, അതങ്ങനെ പോവന്നെ.